നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോട് ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ആരാ നിങ്ങൾക്കറിയോ? നിങ്ങളുടെ ഭാര്യ, ഭർത്താവോ, ബോസ്? നോ, ഇറ്റ്സ് യു. കാരണം ഒരു ദിവസം ഏകദേശം 50,000 to 60,000 ചിന്തകൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടെന്നാണ് ചില മനഃശാസ്ത്ര പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. കൃത്യമായ സംഖ്യയിൽ ഗവേഷകർക്ക് ഏകാഭിപ്രായം ഇല്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ നിങ്ങളോട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ചോദ്യം ഇതാ, ആ സംഭാഷണം നിങ്ങളെ ശക്തിപ്പെടുത്തുന്നതാണോ അതോ ദുർബലമാക്കുന്നതാണോ? ഒരു CEO ഒരു ജീവനക്കാരനോട് ദിവസവും പറയാനുണ്ട്, ഇതൊന്നും നിന്നെക്കൊണ്ട് പറ്റില്ല, നീ ഒരു പരാജയടാ, നിന്നൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ലടാ. പിന്നെ എന്തായിരിക്കും ആ ജീവനക്കാരൻ്റെ പ്രകടനം? കുറഞ്ഞു പോകില്ലേ? പക്ഷെ അതേ വാക്കുകൾ നിങ്ങൾ ദിവസവും നിങ്ങളോട് തന്നെ പറഞ്ഞാലോ? ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളൊരു മികച്ച പ്രകടനം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? നമ്മുടെ ബ്രെയിൻ ഉണ്ടല്ലോ, പുറത്തുനിന്ന് കേൾക്കുന്ന ഭാഷയും അകത്തുനിന്ന് കേൾക്കുന്ന ഭാഷയും, ഇത് രണ്ടും ന്യൂറൽ നെറ്റ്വർക്കുകളെ സ്വാധീനിക്കുന്നുണ്ട്. കാരണം അത് പുറത്തുനിന്നാണോ അകത്തുനിന്നും തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി നമ്മുടെ ബ്രെയിനില്ല. സ്വപ്നമാണോ, നോവലാണോ, സിനിമയാണോ? അതുകൊണ്ടാണ് ചിലരെ ഒരു പരാജയത്തിന് ശേഷം ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പരാജയപ്പെട്ടു എന്നാൽ മറ്റൊരാൾ എന്താ പറഞ്ഞെന്നറിയോ? ഈ പരാജയപ്പെട്ടു. ശ്രദ്ധിച്ചോ, ആദ്യത്തെ വാചകം ഐഡൻറ്റിറ്റി ആക്രമിക്കുക, ഞാൻ. രണ്ടാമത്തെ വാചകമോ അത് നമ്മളെ തൊടണില്ല, ആ സംഭവത്തിന് മാത്രമേ തൊടണുള്ളൂ. ഈ ഒരു ഭാഷാ വ്യത്യാസം തന്നെ നിങ്ങളുടെ ജീവിതം മാറ്റും. NLP വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമുണ്ട്, ദ മാപ്പ് ഈസ് നോട്ട് ദ ടെറിട്ടറി. അതായത് നിങ്ങളുടെ മനസ്സിൽ സൃഷ്ടിക്കുന്ന ചിത്രം യഥാർത്ഥമല്ല, അത് യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വ്യാഖ്യാനം മാത്രമാണ്. ഉദാഹരണം, ഒരു ക്ലയൻറ്റ് നിങ്ങളുടെ പ്രൊപ്പോസൽ നിരസിച്ചു. ഒരാൾ പറഞ്ഞു എന്നെ ആർക്കും വേണ്ട. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ നടന്നത്? ഒരു ക്ലയൻറ്റ് ഒരു പ്രൊപ്പോസൽ നിരസിച്ചു. നിങ്ങളുടെ മനസ്സ് അതിനെ നിങ്ങളെന്ന വ്യക്തിത്വത്തിൻ്റെ വിധിയാക്കി മാറ്റി. ലോകത്തെ ഏറ്റവും മികച്ച കായിക താരങ്ങളെയും സംരംഭകരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ അവർ പരാജയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ സ്വയം കുറ്റപ്പെടുത്താറില്ല. അവർ ആ പ്രോസസ്സിനൊന്ന് വിശകലനം ചെയ്തിട്ട് അവർ ചോദിക്കും, എന്താണ് ഇനിയും പഠിക്കാനുള്ളത്? കാരണം വിജയിച്ചിട്ടില്ലല്ലോ, എന്താണ് ഇനിയും പഠിക്കാനുള്ളത്? കാരണം കുറ്റപ്പെടുത്തൽ ഊർജം ചോർത്തും, വിശകലനം നമ്മുടെ വളർച്ച സൃഷ്ടിക്കും. രാവിലെയുള്ള 7:30 IAS ഇന്നർ എനർജി ആക്ടിവേഷൻ സിസ്റ്റത്തിൽ നമ്മളെ മറ്റൊരു തലത്തേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ ആളുകളെ വെറും പോസിറ്റീവ് വാക്കുകൾ പറയാൻ പഠിപ്പിക്കുകയല്ല അവിടെ ചെയ്യുന്നത്, മറിച്ച് അവരുടെ ആന്തരിക സംഭാഷണത്തിൻ്റെ ഘടന തന്നെ മാറ്റാനുള്ള പരിശീലനങ്ങളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു മനുഷ്യൻ പുറത്തുള്ള ലോകത്തോട് സംസാരിക്കുന്നതിന് മുമ്പ് അവൻ്റെ ഉള്ളിലെ ലോകത്തോട് സംസാരിച്ച് കഴിഞ്ഞിരിക്കും. ആ ഉള്ളിലെ സംഭാഷണം മാറുമ്പോൾ മാത്രമേ പുറത്തുള്ള പ്രകടനം മാറുള്ളൂ. ഇന്നൊരു പരീക്ഷണം നടത്താൻ ഇന്നത്തെ ദിവസം നിങ്ങളെക്കുറിച്ച് പറഞ്ഞ ഒരു 5 നെഗറ്റീവ് വാചകങ്ങളൊന്നും എഴുതുക. അതിനുശേഷം ഓരോന്നിനും പകരം വസ്തുതയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതിയ വാചകം എഴുതുക. ഉദാഹരണത്തിന്, ഞാൻ പരാജിതനാണ് എന്ന് പറയുന്നതിന് പകരമായിട്ട് ഇങ്ങനെ എഴുതുക, ഈ രീതി വിജയിച്ചില്ല, അടുത്ത രീതി പരീക്ഷിക്കാം. ഇതിന് വെറും പോസിറ്റീവ് ചിന്ത ഒന്നും പറയണ്ട, ഇത് ബ്രെയിനിൻ്റെ പ്രോഗ്രാമിംഗ് മാറ്റാനുള്ള തുടക്കമാണ്. നമ്മളെ അങ്ങയുടെ ഐഡൻറ്റിറ്റി ആക്കി മാറ്റാണ്ടിരിക്കുക. ഒരു വിഷയത്തെ അത് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം മാത്രമായിട്ട് കണ്ടിട്ട് നമ്മൾ അതിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി മാത്രമാണ്. ഒരു പ്രാവശ്യം പരാജയപ്പെട്ടതിന് കാരണമുണ്ട്, ആ കാരണം അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം വിജയിക്കും. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വിജയിച്ച ആളുകളും പരാജയപ്പെട്ട ആളുകളും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം ബുദ്ധിശക്തിയാണോ പ്രതിഭയാണോ, എന്താ യഥാർത്ഥ കാരണം, പരാജയത്തെ അവരെങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതാ. എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികൾ പോലും ജീവനക്കാരോട് കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താൻ പറയുന്നത്? റിസ്ക് ഞങ്ങളേറ്റ്, നീ ശ്രമിക്കുന്നാണ് പറഞ്ഞത്. വൻകിട കമ്പനികളുടെ കാര്യം പറഞ്ഞത്. ഓക്കെ, എന്തുകൊണ്ടാണ് കൂടുതൽ പരാജയങ്ങൾ പലപ്പോഴും കൂടുതൽ വിജയങ്ങളിലേക്ക് നയിക്കുന്നത്? ഇതേക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം.